ഇന്ന് നമുക്ക് ജപ്പാനീസുകാരുടെ ഒരു 3 ഹാബിറ്റ് നോക്കാം. ഇത് ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. നമ്മൾ ലേഡീസിനെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് അടുക്കളയിലും വീട്ടിൽ ക്ലീൻ ചെയ്യാനും ഒക്കെ കൂടിയായിരിക്കും അല്ലേ. സോ ഈ ക്ലീനിങ്ങിന് നമ്മൾ കൂടുതൽ സമയം കൊടുത്ത് അത്രത്തോളം എഫേർട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ, അത് കുറയ്ക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അതിനെപ്പറ്റി ഒന്ന് നോക്കും അല്ലേ. അങ്ങനെ 3 സിമ്പിളായിട്ടുള്ള ഡെയിലി ഹാബിറ്റ്സിലൂടെ നമുക്ക് ഈ പണിഭാരമൊക്കെ കുറച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളിലേക്ക് നമ്മുടെ ഇൻട്രസ്റ്റിലേക്കൊക്കെ നമുക്ക് ചെയ്യാനും പല സ്കില്ലുകൾ പഠിക്കാനും നമുക്കും വേണ്ടി കുറച്ച് സമയമൊക്കെ ഇതൊക്കെ കണ്ടെത്താനായിട്ട് ഈ 3 ഹാബിറ്റ് നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. സോ നമുക്ക് 3 സിമ്പിളായിട്ടുള്ള ജാപ്പാനീസ് ഹാബിറ്റ്സെ പറ്റി നോക്കാം. അതിനു മുന്നേ ഈ ജപ്പാനീസുകാരുടെ ഒരുപാട് ടിപ്സുകളും സേവിങ്സ് ആയിക്കോട്ടെ മറ്റു ഒരുപാട് ടിപ്സുകളുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല സിമ്പിളുമാണ്, നമുക്കൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്നതുമാണ്. ഒന്നാമത്തെ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് 10 തൊട്ട് 15 മിനിറ്റ് വരെ ഒരു ചെറിയ ഏരിയ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുക്കുക. ഒരു കുഞ്ഞ് കബോർഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ടേബിൾ ആയിക്കോട്ടെ, ഒരു കുഞ്ഞ് ഡ്രോയർ ആയിക്കോട്ടെ, എവിടെയെങ്കിലും ഒരു ദിവസം നമുക്കൊരു 10-15 മിനിറ്റ് മതി. നമ്മളെല്ലാം ഭയങ്കര മെസ്സി ആയതിനു ശേഷം ഒരുമിച്ച് എല്ലാം കൂടി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ അത് നല്ല ഓവർലോഡ് പണിയായിരിക്കും അല്ലേ. എല്ലാ ദിവസവും ഒരു 10-15 മിനിറ്റ് നമുക്ക് ഒരു ചെറിയ ചെറിയ വശങ്ങൾ ക്ലീൻ ചെയ്ത് കൊണ്ടുവരുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ വീടിൻ്റെ ഓരോ ഏരിയാസും ക്ലീൻ ആയിട്ടിരിക്കും അല്ലേ. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹാബിറ്റ് കറക്റ്റ് ഫോളോ ചെയ്യുന്നവരാണ്. അവരുടെ വീട് വളരെയധികം മെസ്സി ആവില്ല, ഭയങ്കര ക്ലട്ടറായിട്ടിരിക്കില്ല, എപ്പോഴും ഒരു അത്യാവശ്യം ഒരു ഏരിയ ഒക്കെ ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും. ഈ ഒരു ടെക്നിക്ക് നമുക്ക് സിമ്പിളായിട്ട് ഫോളോ ചെയ്യാന്നല്ലേ ഉള്ളൂ. ഒരു 10-15 മിനിറ്റ് അല്ലേ പോകുന്നുള്ളൂ. ഓരോ ഏരിയാസ്, ഒരു ചെറിയ ചെറിയ ഏരിയാസ് വെച്ച് നമുക്ക് ക്ലീൻ ചെയ്ത് നോക്കാം. അവർ ഒരുപാട് വീട് മെസ്സി ആയിട്ട് പിന്നെ ക്ലീൻ ചെയ്യാമെന്ന് ചിന്തിക്കില്ല. അതിനു മുന്നേ 10-15 മിനിറ്റ് ഓരോ ദിവസം ഓരോ ഏരിയ കവർ ചെയ്ത് വരുമ്പം ഒരു 1-2 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ വീട് മൊത്തത്തിൽ ക്ലീൻഡ് ആയിരിക്കും, ഭയങ്കര മെസ്സി ആയിട്ടിരിക്കില്ല. അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് അടുത്ത ദിവസം തരുമ്പോഴത്തേക്കും ഒരുവിധം ഇതെല്ലാം ക്ലീനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരില്ല. അപ്പം നമുക്കും ഇങ്ങനെ തന്നെ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇനി രണ്ടാമത്തെ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് എല്ലാത്തിനും അതാത് സ്ഥാനത്ത് തിരിച്ചെടുത്തുകൊണ്ട് വെക്കുക എന്നുള്ളതാണ്. നമ്മളെ വീട്ടിൽ ഒട്ടുമിക്ക ഇപ്പം എൻ്റെ വീട്ടിലും മിക്കപ്പോഴും ഈ പരിപാടി നടക്കാറുണ്ട് കേട്ടോ. നമ്മൾ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മൾ മക്കളൊക്കെ എന്ന് വെച്ചാൽ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് അതാത് സ്ഥലത്ത് കൊണ്ടുവെക്കുന്ന പരിപാടിയില്ല. പക്ഷേ ഈ ജപ്പാനീസുകാർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതാത് സാധനത്തിന് അതാത് പ്ലേസ് ഉണ്ട്, അവിടെ തന്നെ അവർ ആ എടുത്തു കഴിഞ്ഞാൽ ആ ആവശ്യം കഴിയുമ്പോൾ അതാത് സ്ഥലത്ത് അവർ തിരിച്ചു കൊണ്ടുവെക്കും. ഇപ്പോൾ ഒരു കീ ആണെങ്കിൽ അല്ലെങ്കിൽ റിമോട്ട് ആയിക്കോട്ടെ, ഏത് സാധനം തിരിച്ച് അതാത് പ്ലേസിൽ കൊണ്ടുവെക്കുക എന്നുള്ളത്. ഓരോന്നിനും ഓരോ പ്ലേസ് കൊടുത്തിട്ടുണ്ടാവും. നമുക്കും അതുപോലെ ഓരോന്നിനും ഓരോ പ്ലേസ് കൊടുക്കാം. ഇപ്പോൾ കീ ആണെങ്കിൽ ഒരു കറക്റ്റ് ഒരു പ്ലേസിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ളവരെല്ലാം ഇത് പറഞ്ഞ് മനസ്സിലാക്കി ഇന്ന സ്ഥലത്താണ് ഇന്ന കീ വെച്ചിരിക്കുന്നത്, ഇവിടെയാണ് വെക്കേണ്ടത്. പിന്നെ ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ തപ്പിക്കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അങ്ങനെയും നമുക്ക് ഒരു ലാഭമുണ്ട്. ഓരോ കാര്യത്തിനും ഒരു പ്രത്യേക സ്ഥലം നമ്മൾ കീപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മളെ കുട്ടികളെ, അവർ ജപ്പാനീസുകാരെന്ന് പറയുമ്പോൾ കുട്ടികളെയും ഈ ഹാബിറ്റ് ചെറുപ്പം തൊട്ടേ അവർ പഠിപ്പിക്കുകയും അവരെ ഫോളോ ചെയ്യിപ്പിക്കുകയും ചെയ്യാറുണ്ട്. നമുക്ക് നമ്മുടെ കുട്ടികളെ അങ്ങനെ പഠിപ്പിച്ച് തുടങ്ങാം. ഓരോന്നിനും ഇന്ന പ്ലേസാണ് ഇന്ന സാധനം കൊണ്ടുവെക്കേണ്ടത്. ഒരു കുറച്ച് ദിവസം അവർ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ആ തിരിച്ച് അതാത് സ്ഥലത്തേക്ക് കൊണ്ടുവെക്കാൻ വേണ്ടി തുടങ്ങും. നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. കൂടുതലും നമ്മുടെ വീട് ഭയങ്കര മെസ്സി ആവാനുള്ള ഒരു റീസൺ തന്നെ ഈ എടുത്ത സാധനം തിരിച്ച് അതാത് സ്ഥലത്ത് വെക്കാത്തതാണ്. എവിടെയാണോ ഒരു ടേബിൾ ഉണ്ടെങ്കിൽ ആ ടേബിളിൽ നിറയെ സാധനങ്ങളിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കുത്തി നിറഞ്ഞ് രാവിലെ ഇപ്പം നമ്മൾ തിരക്കിട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓരോ സാധനങ്ങൾ ഇപ്പം നമ്മുടെ ഡ്രസ്സിങ് ടേബിളായാലും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സാധനവും പെർഫ്യൂമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ അവിടെ തന്നെ ഇരിക്കും. പക്ഷേ അതിന് നമ്മൾ പ്രത്യേകമായിട്ടൊരു എന്നാ പറയുന്നത് ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇത് തിരിച്ചു വെക്കില്ല, സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അങ്ങ് വെച്ചിരിക്കും അല്ലേ. അപ്പം അതാത് സ്ഥലത്തേക്ക് എല്ലാ സാധനവും തിരിച്ചു കൊണ്ടുവെക്കുന്ന ഒരു ഹാബിറ്റ് നമുക്ക് ഫോളോ ചെയ്യാം. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ആവശ്യമായ സാധനങ്ങൾ മാത്രം വാങ്ങിക്കുക. അനാവശ്യമായ സാധനങ്ങൾ ഇപ്പം നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ഒരുപാട് നാളായിട്ട് ഉപയോഗിക്കാത്തതും ആവശ്യങ്ങൾ വരാത്തതുമായിട്ടുള്ള ഒരുപാട് സാധനം ഉണ്ടാവും. കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതും അങ്ങനെ പല രീതിയിൽ നമ്മൾ വാങ്ങിച്ചു കൂട്ടിയതായിരിക്കും. ഇവരെന്ന് പറയുമ്പം ആവശ്യത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ മാത്രമേ മേടിക്കുള്ളൂ. അത് ആവശ്യമാണോ അല്ലയോ എന്ന് നോക്കിയിട്ട് മാത്രം വാങ്ങിക്കും. ഇങ്ങനെ ലെസ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രം ഉള്ളതുകൊണ്ട് അതാണ് അവർ സിംപ്ലിസിറ്റി വളരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്ന് പറയാൻ കാരണം. ആവശ്യമുള്ള സാധനം മാത്രം മേടിച്ച് വളരെ ചെറിയ രീതിയിൽ നമ്മുടെ വീട്ടിൽ സാധനങ്ങളൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വളരെ ഈസി ആയിരിക്കും. ഒരുപാട് സാധനങ്ങൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കാണുന്നതുകൊണ്ട് തന്നെ നമുക്ക് പല സാധനങ്ങളോടും ഭയങ്കര ഈസ്തറ്റിക്കലി വെക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ പല സാധനങ്ങളും വാങ്ങിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് തന്നെ സ്വയമേ അതൊരു ബുദ്ധിമുട്ടായി തോന്നും. അത് ക്ലീൻ ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം, പൊടിവെള്ളങ്ങളൊക്കെ പിടിച്ചിരിക്കും, തുടയ്ക്കണം, തൂക്കണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ വരും. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വീട് ഭയങ്കര മെസ്സി ആയിട്ടിരിക്കും.
അതുകൊണ്ട് നമുക്ക് ഇനി മുതൽ അത് ഒറ്റയടിക്കെല്ലാം നമുക്ക് എടുത്ത് കളയണ്ട. നമുക്ക് ഓരോ ദിവസവും ഓരോരോ ഏരിയയിൽ അനാവശ്യമായിട്ടുള്ള ഐറ്റംസ് നമുക്ക് എടുത്ത് ഒരു ബാഗിലെടുത്ത് വെക്കാം. ഒന്നെങ്കിൽ നമുക്ക് ഡൊണേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യാം. ഈ 3 സിമ്പിൾ ഹാബിറ്റ് നമ്മൾ ഡെയിലി ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട് ക്ലീൻ ആയിട്ടും ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒറ്റയടിക്ക് ഒറ്റ സുപ്രഭാതത്തിൽ നമ്മുടെ വീടെല്ലാം ക്ലീൻ ആവട്ടെ, നാളെ മുതൽ എനിക്ക് പണി കുറവാണല്ലോ, നാളെ മുതൽ എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യരുത്. എല്ലാ ദിവസവും കുറേശ്ശെ ഈ പറഞ്ഞ ഹാബിറ്റുകളൊക്കെ നമുക്കൊന്ന് ഫോളോ ചെയ്ത് നോക്കാം. നമ്മൾ ചെറിയ ഓരോ പാർട്ടുകളായിട്ട് ചെയ്ത് നമ്മൾ അതിലേക്ക് എത്തുന്നതാണ് കേട്ടോ. എന്തായാലും ജാപ്പാനീസുകാരുടെ ഈ ടിപ്പ് കൊള്ളാമല്ലേ? ഈ ഒരു ഹാബിറ്റ് നമുക്ക് എന്തായാലും ഫോളോ ചെയ്ത് നോക്കാം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ